ഹലോ ഫ്രണ്ട്സ്, ഹാരിസ് ഫൈൻ ആൻഡ് സെയിൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണ് ബൈബാക്ക് എന്നും അത് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നും ലൈവായിട്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കാണിച്ചു തരുവാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് ബൈബാക്ക് എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ICICI Direct ആണ്. ഇത് അവരുടെ പുതിയ ആപ്പിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതിൽ IPOയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്ന ഈ മെനു എന്നുള്ള പോർഷനിലാണ് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ IPO എന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്താണ് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള IPOസും എന്തെങ്കിലും ബൈബാക്ക് ഡിക്ലെയർ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നത്. പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് നമ്മൾ ഓർഡർ ഒരിക്കൽ പ്ലേസ് കഴിഞ്ഞാൽ ഓർഡർ ബുക്കിനകത്ത് കാണാൻ സാധിക്കും. ഫണ്ട് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അലോക്കേറ്റ് ഫണ്ട് എന്നുള്ളത് ചെയ്യാം. ഓക്കെ, അലോക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിമാറ്റ് അലോക്കേഷൻ അത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ പ്ലേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ IPOകളും ഈ ഇതുണ്ടോ, ഈ IPO എന്ന് എഴുതി വെച്ചാൽ IPOകൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഗുജറാത്ത് നർമ്മദ എന്തോ ഒരു ഇതാണ് കമ്പനി, എനിക്ക് അറിയത്തില്ല. ഞാൻ ചെയ്യാൻ പോകുന്നപ്പോൾ ഈ TCSലാണ് അവർ ബൈബാക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 4150 രൂപ. ഇപ്പോൾ 3500 സംതിങ് ആണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. അത് 2 ഡേയ്സ് മുമ്പ് 3400 ആയിരുന്നു ഏകദേശം. പിന്നെ ബൈബാക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഹൈപ്പ് വരും പ്രൈസിന്. വാലിഡിറ്റി കിടക്കുന്നത് 1 ഡിസംബർ ടു 7 ഡിസംബർ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എബൌട്ട് 17,000 crore ബൈബാക്കാണ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 0.6% സംതിങ് ആണ് വരുന്നത്. അത്രയും ബൈബാക്ക് ഡേറ്റ് തന്നെ 1 ഡിസംബർ ടു 7 ഡിസംബറിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് വേണ്ടി നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം. ഈ ബൈബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലുള്ള ഒരു പോർഷൻ പബ്ലിക്കിനായിട്ട് വിട്ടു കൊടുക്കുകയാണ്. ബൈബാക്ക് പറഞ്ഞാൽ ആ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു പോർഷൻ തിരിച്ച് പ്രൊമോട്ടേഴ്സ് മേടിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ TCSൻ്റെ ഹോൾഡിങ്സിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് ആണ് ഏകദേശം ഒരു 72% ആണ്. അപ്പോൾ ഏകദേശം ഒരു 0.5-0.6% കമ്പനി തിരിച്ച് പബ്ലിക്കിൻ്റെ ഇത് മേടിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ. ഇതുപോലെ തന്നെ 2 years ബാക്ക് ഏകദേശം ഇങ്ങനെ ഏതാണ്ട് ഒരു പെർസെൻറ്റേജിനടുത്ത് കമ്പനി ബൈബാക്ക് ചെയ്തിരുന്നു. ഞാൻ ഫിഗേഴ്സ് മറന്നുപോയി. ഏകദേശം 4,000 ബൈബാക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഈ താഴെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വരും. ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നിൽക്കുന്നതെന്ന്, നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി തൽക്കാലം ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് അവർക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഓഫേർഡ് ക്വാണ്ടിറ്റി, അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് ഇവിടെ എഴുതുക. പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. പ്രൈസ് അപ്പം ഈ കാണിച്ച എമൗണ്ടിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ചാണ് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഇവിടെ എൻ്റർ ചെയ്ത് കാണിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 20 ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ എനിക്കിവിടെ അടുത്ത് മൊത്തം ക്വാണ്ടിറ്റി വേണമെങ്കിൽ എനിക്ക് ഒന്നിച്ച് കൊടുക്കാം. ഈ ബൈബാക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഫുൾ നമ്മൾ അപ്ലൈ ചെയ്താലും അവർ ടേക്കപ്പ് ചെയ്യണ നിർബന്ധമില്ല. കാരണം നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇവർ മൊത്തം അവർ ഉദ്ദേശിക്കുന്ന കോസ്റ്റ് 17,000 crore ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. ഞാൻ തൽക്കാലം 5 ക്വാണ്ടിറ്റിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം 10 ക്വാണ്ടിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഓർത്തു ഇനി എങ്ങാനും സാധാരണ ഈ ബൈബാക്ക് ആവുന്ന സമയത്ത് അത് ആ ബൈബാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇത്രയും പൈസ കിട്ടി കഴിയുമ്പോൾ ആൾക്കാരൊരു ബൈങ് പ്രഷർ വരും. അപ്പോൾ ഒരു ചിലപ്പോൾ ഈ 4,150 ഉള്ള പ്രൈസ് പറഞ്ഞേക്കുന്നവർ മാക്സിമം പ്രൈസ് പറഞ്ഞേക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. മാക്സിമം പറഞ്ഞതിന് എത്രയാണെന്നുള്ളത് അതിന് മുകളിലേക്ക് പ്രൈസ് വരും. അപ്പോൾ പിന്നെ എനിക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിന് 5 ക്വാണ്ടിറ്റി ചെയ്ത് നോക്കാം. അതിൻ്റെ ഞാൻ പ്രൈസ് അടിക്കുവാണ്. പ്രൈസ് ഞാൻ ഇപ്പോൾ ഇതിന് കുറഞ്ഞ എമൗണ്ട് 4,150 കുറഞ്ഞ എമൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇതിന് കൂടിയ എമൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ അടിച്ച് നോക്കാം. 4,200 അടിക്കാന്നിരിക്കുക. 4,200 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിച്ചു. 5 ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുള്ള 20 ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 20 എന്നുള്ള ഫിഗർ വന്നേക്കുന്നത്. സബ്മിറ്റ് കൊടുത്തു നോക്കി. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇൻവാലിഡ് പ്രൈസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം അവർ ബൈബാക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത് നമ്മൾ 4,150 ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് അത് അടിക്കാൻ പറ്റുള്ളൂ. അതിന് കുറവ് അടിച്ച് കഴിഞ്ഞാൽ അവരെടുക്കും. കാരണം അവർക്ക് സന്തോഷമാണല്ലോ. 4,150
4750 മാക്സിമം പ്രൈസ് നമുക്ക് തരാം അവർ തരുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് അടിച്ചു. എൻ്റെ കയ്യിലുള്ള 20 പ്രൈസ്. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു. ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്യണം. ഇവിടെയുള്ള ബാക്കി എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യാം. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ, മാർക്കറ്റ് വേറൊരാൾക്കാണ് വിൽക്കുന്നത്. ഇത് വിൽക്കുന്നത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് തന്നെയാണ്, TCSൻ്റെ പ്രൊമോട്ടേഴ്സിന് തന്നെയാണ് വിൽക്കുന്നത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്, പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ വന്നേക്കാണ് ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി എന്ന് വന്നേക്കുന്നത്. അത് ഓക്കെ ആക്കി നമുക്ക് അവിടെ ഓർഡർ ബുക്കിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാട്ടോ, ഇത് ഓർഡർ ബുക്കാണ് കാണുന്നത്. അതിനകത്ത് കാണിച്ചേക്കാണ് ഇന്നത്തെ ഡേറ്റ്, ടൈം. നമ്മൾ ഓർഡേഡ് ആണ് കിടക്കുന്നത്. ഇതിൽ ഡേറ്റ് കിടക്കുന്ന 7 ഡിസംബർ വരെയാണ്. അപ്പോൾ 7 ഡിസംബർ വരെയുള്ള ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ ഈ ഓർഡർ ബുക്ക് നല്ല ക്ലിക്ക് ചെയ്ത് നോക്കാം. 7 ഡിസംബറിനുള്ളിൽ ആരൊക്കെ അപ്ലൈ ചെയ്യുന്നോ, ഇപ്പം അതിൻ്റെ അപ്ലൈ ചെയ്തവരുടെ നമ്പേഴ്സ് ഇവർ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ, അത്രയും ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി അതിനും കുറവാണെങ്കിൽ നമ്മുടെ ഓർഡർ എന്തായാലും എക്സിക്യൂട്ട് ആവും. പക്ഷേ ഇതൊരു ലോട്ട് എടുക്കുന്ന പോലെ തന്നെ അവർ ചിലപ്പോൾ എക്സിക്യൂട്ട് ആയിരിക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ ഡിമാറ്റിൽ നിന്ന് ഇത്രയും 5 ക്വാണ്ടിറ്റി ഡെബിറ്റ് ആവും. ഇപ്പോൾ പ്രോസസ് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് തിരിച്ച് വാങ്ങുന്ന പ്രോസസ്സാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്സ്ട്രോക്കിലോ ഏഞ്ചൽ ബ്രോക്കിങ്ങിലോ അല്ലെങ്കിൽ ICICIയിലോ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.